ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2 ദിവസത്തെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ദീപാവലി വിശേഷങ്ങളാണ്. മഹാരാഷ്ട്രയിലൊക്കെ ഭയങ്കര അങ്ങോട്ട് നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ആഘോഷമാണല്ലോ ദീപാവലിയൊക്കെ. നമുക്ക് മലയാളികൾക്ക് അത്ര വലിയ ആഘോഷമൊന്നുമില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് കുറച്ച് പടക്കമൊക്കെ വാങ്ങി പൊട്ടിക്കും, പുത്തിരിയൊക്കെ വാങ്ങിച്ച് പൊട്ടിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ കണ്ടില്ലേ ക്വാർട്ടേഴ്സിൻ്റെ നമ്മുടെ ഓപ്പോസിറ്റാണ് ആ വീട്. അത് കല്യാണത്തിന് ഇവൻറ്റ് മാനേജ്മെൻറ്റ് വരെ കൊണ്ട് ഒരുക്കുന്ന പോലെയാണ്. ഏതോ വണ്ടിക്കാർ വന്നിട്ടാണ് അങ്ങനെ ഒരുക്കി വൃത്തിയാക്കിയത്. നമ്മളൊന്ന് പുറത്ത് സിറ്റിയിലോട്ട് ഇറങ്ങിയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സൂപ്പർ മാർക്കറ്റിൽ പോയി പാൽപ്പൊടി അങ്ങനത്തെ ഉള്ള കുറച്ച് പാൽപ്പൊടിയല്ല കേട്ടോ, വേറെ എന്തോ ആണ് വാങ്ങിയത് എന്താണ് ഞാൻ മറന്നുപോയി. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. തേയില വാങ്ങിച്ചു, അതായിരുന്നു മസ്റ്റ്. പിന്നെ ടൈഗർ മിൽക്കൊക്കെ കണ്ട് ദീപാവലിയായിട്ട് സീഡ്സൊക്കെ ഇഷ്ടം മാതിരി നിറയെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് നോക്കണ്ടടി, ദീപാവലി സീഡ്സ് ഇഷ്ടം മാതിരി കിട്ടും, അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റാണ്. പിന്നെ ഞാൻ ഷുഗർ കട്ടും കൂടിയാണ് കേട്ടോ, ചായയിൽ പോലും മധുരം കുടിക്കൂല. പിന്നെ മാക്സിമം ഞാൻ കഴിക്കാതിരിക്കാൻ ശ്രമിക്കും. അപ്പം പിന്നെ വേണ്ടാന്ന് ഞാനും അങ്ങ് മനസ്സുകൊണ്ട് വിചാരിച്ചു. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു. നമുക്ക് വെജിറ്റബിൾസ് ഇപ്പം നല്ല രീതിയിൽ നമ്മൾ അങ്ങനെ വെജിറ്റബിൾസ് കറിയും സാമ്പാറും ഒക്കെ വയ്ക്കുന്നുണ്ട്, നമുക്ക് നല്ല ആവശ്യമാണ്. വെജിറ്റബിൾസും വാങ്ങിച്ചു. പിന്നെ സവാള, മുട്ട ഞാൻ പറഞ്ഞില്ല, മുട്ട ഓംലേറ്റ് ഉണ്ടായതുകൊണ്ട് സവാള മസ്റ്റാണ്, അതെല്ലാം വാങ്ങി. പിന്നെ ഇതൊക്കെ ദീപാവലിയുടെ ഭയങ്കര കൺജസ്റ്റഡ് തിരക്ക്, ഇഷ്ടംമാതിരി കടകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ വളയൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ വാങ്ങിയില്ല, ഞാൻ വെറുതെ നോക്കി. പിന്നെ എന്നും ചേട്ടൻ പറയും അവിടെ ഒരു ഫേമസ് ഷേക്ക് കട ഉണ്ട്, അവർ പോയി കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ബദാം അങ്ങനെ അവിടെ കയറി ഷേക്കും കുടിച്ചു. പിന്നെ ഈ പൊട്ടാസ് കടകൾ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ, പടക്കക്കടകൾ നിറയെ വഴി നിറയെ ഇതാപോലാണ്. പിന്നെ ഇങ്ങനെ തറയിലെറിഞ്ഞ് പൊട്ടിക്കുന്നവർ മാത്രം നമ്മൾ പറഞ്ഞാൽ വെറുതെ പിക്ക് ചെയ്തുകൊണ്ട് പോകും. ദീപാവലി ആകുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ തലേ ദിവസം പോയി വാങ്ങിക്കുന്നതല്ലേ രസം. പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയിരുന്നു. കാരണം സ്നാക്സ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. സ്നാക്സ് വാങ്ങിച്ചു. പിന്നെ സ്വീറ്റ്സ് ഒന്നും വാങ്ങിക്കാൻ നമ്മൾ നിന്നില്ല. പിന്നെ ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ചെന്നിട്ട് ചിക്കൻ വെക്കണമല്ലോ എന്ന് ആലോചിച്ച് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ബാക്കിൽ നടക്കുക. ചേട്ടന് ഓരോ പടക്കക്കടയിലും കയറിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോഴേ വാങ്ങിച്ച് വെക്കണ്ടല്ലോ, നമുക്ക് വന്ന് തലേന്ന് ഒന്ന് അങ്ങോട്ട് വന്ന് വാങ്ങിക്കുക. നമുക്കിന് വലിയ ആഘോഷമില്ലാത്തതുകൊണ്ട് ഇവരൊക്കെ കാണുന്നുണ്ട്. എനിക്ക് പേടിയാണ് ഒന്നാമത്തെ. ഒരാൾക്ക് ഞാൻ പൂത്തിരി മാത്രമേ കത്തിക്കുള്ളൂ, എനിക്കത് മാത്രമേ എനിക്ക് പേടിയില്ലാതുള്ളൂ, അത് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. നേരെ ഇനി വീട്ടിൽ വന്ന് ചിക്കൻ കറിയൊക്കെ വെക്കട്ടെ. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. വാങ്ങിച്ച സാധനങ്ങൾ ഇത്രയാണ് കേട്ടോ വാങ്ങിച്ചതൊക്കെ. ക്യാൻറ്റീനിൽ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായതുകൊണ്ട് വന്നിട്ടേ ബാക്കി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പുറത്ത് പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, അല്ലെങ്കിൽ ക്യാൻറ്റീനിലെ പോകത്തില്ലായിരുന്നു. അന്നത്തെ ദിവസം നൈറ്റിൽ ഇവിടെ തൊട്ടപ്പുറമൊക്കെ അപ്പുറത്തൊക്കെ എല്ലാവരും ചുട്ടിക്ക് പോയേക്കുവാണ്. അതുകൊണ്ട് അപ്പുറവും ഇപ്പുറമൊക്കെ പൊട്ടിക്കുന്നതാണ് ആ കാണിച്ചത്. പിന്നെ നമുക്ക് തൊട്ടപ്പുറത്തുനിന്ന് സ്വീറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പുറത്ത് നല്ല കുറച്ച് ഡിസ്റ്റൻസിൽ അത് ചേട്ടന് കിട്ടിയിട്ടുള്ളതായിരുന്നു, എനിക്കല്ലായിരുന്നു. സ്വീറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇനി ഇത് കഴിച്ച് തീർക്കണം. നമ്മൾ ഈ സോനാപ്പപ്പടി നമ്മൾ ക്യാൻറ്റീനിൽ പോയി വാങ്ങിച്ചതാണ് കേട്ടോ. ക്യാൻറ്റീനിൽ പോയ വീഡിയോസൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസം ഞങ്ങൾ ദീപാവലിയുടെ തലേന്ന് ദിവസം ഞായറാഴ്ച ഞാനും ചേട്ടൻ്റെ കൂട്ടുകാരനും കൂടെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ചേട്ടനെ കാണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി തീർന്നില്ല, നല്ല രീതിയിൽ നിന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ പൊട്ടാസൊക്കെ ഞങ്ങൾ ഇഷ്ടമാതിരി ഭയങ്കരമായിട്ട് തലേന്ന് വാങ്ങിക്കാൻ നിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചോദിച്ചതിനെക്കാട്ടി റേറ്റ് പറയുന്നു. ഇത് 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ മാറിയും തിരിഞ്ഞ് ഞാനും ചേട്ടൻ്റെ കൂട്ടുകാരനും കൂടെ ചോദിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമായിരുന്നു എന്തിന് റേറ്റ്. പിന്നെ ഇവൻ്റെ കേരളാണോ നമ്മൾ ചോദിച്ചു, അമ്മാതിരി റേറ്റൊക്കെ പറയുമായിരുന്നു ഓരോന്നും. ഞാനിതൊക്കെ കണ്ടിട്ട് ഇതിനൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്ന പേരൊന്നുമല്ല ഇത് പറയും. നമ്മളിങ്ങനെ ഓരോന്ന് വരച്ച് കാണിച്ചു കൊടുക്കുകയും ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഓരോന്നും പറയുന്നത്. ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാറില്ല. പിന്നെ കുഞ്ഞുങ്ങളുണ്ടായത് കൊണ്ട് പിന്നെ അവർക്കും കൂടെ പറ്റുന്ന രീതിയിൽ, പക്ഷേ എല്ലാവർക്കും പേടിയാണ്, അവരൊന്നും നോക്കൂല. പിന്നെ പൂത്തിരിയുള്ള എല്ലാവർക്കും പേടിയില്ലാത്ത, ഞാൻ ഉൾപ്പെടെ ചേച്ചിമാർക്കുൾപ്പെടെ പേടിയില്ലാത്തത്. പിന്നെ ഇവരൊക്കെ ഇവരുടെ യൂണിറ്റിൽ പടക്കം പൊട്ടിക്കാൻ പോവും, കുറച്ച് വീട്ടിൽ പൊട്ടിച്ചിട്ട്. അപ്പം പിന്നെ നമ്മൾ മാത്രം നമുക്ക് പൊട്ടിക്കാൻ ഇതേപോലെ കുറച്ച് സാധനങ്ങളെ നമുക്ക് പറ്റത്തുള്ളൂ. അതൊക്കെ ഞാനും നോക്കി പറക്കുന്നുണ്ട്. കാരണം ഞാൻ ഇവരുടെ കൂടെ ഇവരുടെ കൂടെ നടുക്ക് ഞാനിങ്ങനെ 2 ബോഡി ഗാർഡിന് എന്ന നിലയിൽ ഞാനിങ്ങനെ നല്ല സെറ്റപ്പായിട്ട് നടക്കുകയാണ്. വഴിനീളം നമ്മുടെ യൂണിറ്റിലുള്ള പട്ടാളക്കാരന്മാരാണെന്ന് പോലും ഒരു ഇതില്ലാതെ റോഡിൽ കൂടെ അതാരാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, ഇങ്ങനെ പടക്കം പൊട്ടിച്ചുകൊണ്ട് പോയി പേര് വിളിച്ച് പടക്കം പൊട്ടിച്ചുകൊണ്ട് ടീംസ് ആയതുകൊണ്ട് നമ്മുടെ സ്വന്തം ചങ്ക്സായിട്ട് ചേട്ടൻ്റെ ചങ്ക്സാണ്. അതിലിപ്പോൾ എൻ്റെയും ചങ്ക്സായിട്ട് മാറിയ ചേട്ടന്മാരാണ്. പിന്നെ കൂട്ടുകാരൻ ചേട്ടന് വെജിറ്റബിൾസ് വാങ്ങിക്കണം, അതാണ് തലേ ചുമന്നുകൊണ്ട്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ നേരെ ചേട്ടൻ്റെ മലയാളികൾസ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന കുറച്ച് ക്വാർട്ടേഴ്സ് ഉണ്ട്, അങ്ങോട്ട് പോയി അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടെ പടക്കവും അതും ഇതൊക്കെ പൊട്ടിച്ചു. പിള്ളേർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു ആദ്യം കേട്ടോ. പിന്നെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റിപ്പോയി. ഇത് തലേന്ന് വാങ്ങിച്ച് വെച്ചിരുന്നത്, അതായത് ചേട്ടൻ്റെ കൂട്ടുകാരൻ വാങ്ങിച്ച് വെച്ചൊക്കെ ഇടയ്ക്കൊന്ന് തണുത്തോണ്ട് ഇച്ചിരി പാട് വിട്ടു കത്താനൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേച്ചിമാരും പിള്ളേരും ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം
പടക്കമൊക്കെ പൊട്ടിച്ചു. പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു ട്രാജഡി എന്ന് പറയുന്നത്. ഇവരിതെല്ലാം പൊട്ടിച്ച് ഇവർ നേരെ യൂണിറ്റിലോട്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം നടക്കാൻ ഇറങ്ങി. അപ്പം ചേച്ചിമാർന്ന് എൻ്റെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലോട്ട് വന്നിട്ട് ഞങ്ങൾ മലയാളി സെക്ഷനിലോട്ടല്ല നിൽക്കുന്നത്, നമ്മൾ ഹിന്ദിക്കാർ കൂടി നിൽക്കുന്നിടത്തോട്ടാണ്. പിന്നെ അവരുമായിട്ട് കുറേ എന്താ പറയുക നടന്നു, പിള്ളേരും എല്ലാവരുമായിട്ട് നടന്നു. ഞങ്ങൾ വീട്ടിൽ വന്ന് പലഹാരം ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് ഞങ്ങൾ സെപ്പറേറ്റായിട്ട് പിരിഞ്ഞു. ഞാനും ഇവിടെ നിന്നു. അപ്പോൾ ചേട്ടൻ കൂടെ പൊക്കോളാൻ പറഞ്ഞു. എങ്കിലും എനിക്ക് നടക്കാൻ തിരിച്ച് അത്രയും വരെ വയ്യാത്തത് കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ കയറിയത് മാത്രമേ അറിഞ്ഞുള്ളൂ. ഫുഡും കഴിച്ചു കിടന്ന് എനിക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥ, തീരെ വയ്യ. വയറുവേദന കൊണ്ട് നിന്ന് അട്ട പോലെ, നമ്മുടെ ഒരു അട്ട പോലെ സാധനം കാണിച്ചിട്ടില്ല, ഈ കത്തിക്കുന്ന സാധനം, ഇതേപോലെ ചുരുങ്ങിയ അവസ്ഥയായി എൻ്റേത്. അത്രമേൽ വയറുവേദനയും നടുവേദനയും എന്താണെന്നറിയാൻ വയ്യാത്തൊരു അവസ്ഥയായി. ഇപ്പം നടുവേദനയും നടുവേദന പിന്നെയും സഹിക്കാം, വയറുവേദന കൊണ്ട് ഒരു തരത്തിൽ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. പിന്നീട് അന്നത്തെ ദീപാവലിയുടെ തലേന്നത്തെ ദിവസം ഞാൻ ഇവിടെ ആർമി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായില്ല, ആർമി ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വന്നു. അമ്മാതിരി ഗതികേടായിപ്പോയി. പിന്നെ അവിടെ ഇഞ്ചക്ഷനും ട്രിപ്പ് വിട്ട് കുറേ ബ്ലഡ് ടെസ്റ്റും അതും ഇതും ഒക്കെ ചെയ്ത് ദീപാവലി ആകെ കുളമായ ഒരവസ്ഥയാണ്. അങ്ങനെ ശോകം പിടിച്ചൊരു ദീപാവലി ആയിപ്പോയി. എന്ത് ചെയ്യാനാണ്? എല്ലാവരും പിന്നെ മലയാളികളുടെ എല്ലാവരും ദീപാവലി ഞാൻ ഇങ്ങനെ ആയപ്പോഴത്തേനെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.